നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് തലപ്പൻ. ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ലോകസഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ പോരാട്ടം കാണാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുകയും സ്ത്രീകളിലെ സ്വാതന്ത്ര്യത്തിനും സംവരണത്തിനും വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടതുവലത് രാഷ്ട്രീയ സംവിധാനം, ഈ കേരളത്തിൽ എത്ര സ്ത്രീകൾക്ക് സീറ്റ് നൽകി ലോകസഭയിലേക്ക് എന്ന് ഒരു ചോദ്യചിഹ്നം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. എൻ്റെ അറിവിൽ ഒരു UDF സ്ഥാനാർത്ഥിയായി ഒരാളും LDF സ്ഥാനാർത്ഥിയായി രണ്ടുപേരും എന്ന നിലയിലാണ് അറിവ്. അതോടൊപ്പം ഒരുപാട് ബില്ലുകൾ പാസ്സാക്കുകയും അങ്ങേയറ്റം വിവാദ ബില്ലുകൾ ഉൾപ്പെടെ പാസ്സാക്കുകയും അതുകൂടാതെ സ്ത്രീകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും സംവരണം കൊടുക്കുമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരും ഈ കേരളത്തിൽ എത്ര സ്ത്രീകളെ നിർത്തിയെന്ന് ചോദിച്ചാൽ വിരലിലെണ്ണാവുന്ന ഒരു സ്ത്രീയെയാണ് നിർത്തിയിരിക്കുന്നത്, അതും ആലപ്പുഴയിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ കാണിക്കുന്ന രാഷ്ട്രീയ നാടകം എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. താഴെത്തട്ടിൽ സ്ത്രീ സംവരണം കൊടുത്തുകൊണ്ട് പ്രധാന ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെയുള്ള ഈ രാഷ്ട്രീയ തട്ടിപ്പ് മാറ്റപ്പെടേണ്ടതാണ്.